ലോകപ്രശസ്ത സംഗീതജ്ഞൻ അലൻ വോക്കറുടെ DJ ഷോ നടന്ന രാത്രി. ലഹരിയിൽ അഴിഞ്ഞാടാൻ കൊച്ചിയിലെ ഹോട്ടലുകളിൽ രാവിലെ മുതൽ യുവാക്കൾ തമ്പടിച്ചിരുന്നു. ഇവർക്ക് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ എത്തിക്കാനാണ് ഗുണ്ടാ നേതാവ് ഓംപ്രകാശ് കൊച്ചി നഗരത്തിലെത്തിയത്. അതിനിടെ ഓംപ്രകാശിനെ കാണാൻ നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഹോട്ടലിൽ വന്നു. എന്തിനായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച? ഗുണ്ടാ നേതാവ് ഹോട്ടലിൽ മുറിയെടുത്തത് വ്യാജ പേരിലാണ്. ഓംപ്രകാശിനെ സന്ദർശിച്ചവരിൽ സിനിമാ താരങ്ങൾ മാത്രമല്ല. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓംപ്രകാശിനെതിരായ ലഹരി കേസിൽ പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതര പരാമർശങ്ങൾ കണ്ടെത്തിയത്. നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓംപ്രകാശിനെ കാണാൻ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ മുറിയിലെത്തി. ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് ഓംപ്രകാശ് മുറി ബുക്ക് ചെയ്തത്. ചലച്ചിത്ര താരങ്ങൾക്ക് പുറമെ ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യ, സ്നേഹ, ടിപ്സൺ, ശ്രീദേവി, രൂപ, പപ്പി തുടങ്ങിയവരും ഹോട്ടൽ മുറികളിൽ ഓംപ്രകാശിനെ കാണുന്നതിനായി എത്തിയെന്ന് പോലീസ് പറയുന്നു. കൊച്ചിയിൽ ഇന്നലെ നടന്ന അലൻ വാക്കറുടെ DJ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയെന്നാണ് ഓംപ്രകാശ് നൽകിയ മൊഴി. പ്രതികൾ കൊക്കൈൻ സംഭരിച്ച് DJ പാർട്ടികളിൽ വിതരണം ചെയ്യാനുള്ള നീക്കമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്നും കൊച്ചി DCP KS സുദർശൻ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റു നടപടികൾ ചെയ്യുന്നത്. ഈ കേസിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് ഏറ്റവും ക്വിക്കായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. വ്യവസായി പോൾ മുത്തൂറ്റ് കൊല്ലപ്പെട്ടതടക്കം 30ഓളം കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ്. ലഹരിമരുന്നിടപാടുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഏതാനും ദിവസം മുൻപ് കൊച്ചിയിലെത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ലഹരിമരുന്ന് സംഘങ്ങളെ പിടികൂടുന്ന ഡാൻസ് ഹൌസ് സംഘത്തിന് ഓംപ്രകാശുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരം ലഭിച്ചു. തുടർന്ന് കൊച്ചിയിലെ ഹോട്ടലിലെത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 8 ലിറ്ററോളം മദ്യവും കൊക്കൈനുമാണ് ഓംപ്രകാശിന്റെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. മാത്രവുമല്ല, കൊക്കൈൻ ഉപയോഗിച്ചതിനു ശേഷമുള്ള ചില അവശിഷ്ടങ്ങളും മുറിയിൽ നിന്നും കണ്ടെടുത്തു. തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നറിയാനുള്ള രക്തസാമ്പിളുകളുടെ പരിശോധനയും നടത്തി. ഓംപ്രകാശിനെതിരെ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അഭിഭാഷകൻ TM അമീൻ. കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കാരണം പറയുന്ന രീതിയിൽ ന്യൂസ് വന്ന രീതിയിലോ ഒന്നും ഈ കൊക്കൈനും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും കൊക്കൈൻ അടങ്ങി എന്ന് പറയപ്പെടുന്ന ഒരു സിപ്ലോക്ക് കവർ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. അങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ വോട്ട് കിട്ടുമ്പോൾ ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിയും. 3 മുറികളിലായാണ് ലഹരി ഇടപാടുകൾ നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഹോട്ടലിലെ CCTV അടക്കം ശേഖരിച്ച് കൂടുതൽ സിനിമാ താരങ്ങൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ന്യൂസ് 18 കൊച്ചി.